ഹായ് എവരിവൺ. ആദ്യം തന്നെ ഒരു വലിയൊരു ഗുഡ് ന്യൂസ് ഞാൻ അറിയിക്കാം. അതായത് സിംജിത്ത എന്ന ക്രൂര സ്ത്രീയുടെ വീടിന് നേരെ നിരന്തരം കല്ലേറ്. ഓക്കെ, അതായത് അവിടുത്തെ പയ്യന്നൂറുകാരായ പൊന്നുമക്കൾ, ചുണക്കുട്ടികൾ, അങ്ങനെ തന്നെ നമുക്ക് പറയാം. ഓക്കെ, അവിടുത്തെ യുവാക്കളും മുതിർന്നവരും എല്ലാവരും ചേർന്ന് ആ വീടിന് നേരെ നിരന്തരം കല്ലെറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇത് എറിയണം, അതായത് നമ്മുടെ ദീപകിൻ്റെ നീതി കിട്ടണം, നമ്മുടെ ദീപകിന് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ കല്ലെറിയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ബസ് കണ്ടക്ടർ, ആ ബസ്സിൻ്റെ കണ്ടക്ടർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഇവൾ വേഷം മാറി ദുബായിലേക്ക് പോയി എന്നാണ് വാർത്ത കിട്ടിയത്. എന്നാൽ ദുബായിലെ മലയാളികളായ പ്രവാസികൾ ഇവൾക്ക് നേരെ കല്ലെറിയാൻ ശ്രമിച്ചു എന്നാണ് വാർത്ത കിട്ടുന്നത്. അവിടുത്തെ പോലീസും കാര്യങ്ങളൊക്കെ ഇടപെട്ട് അതിനെങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്തി എന്നാണ് കിട്ടുന്ന വിവരം. അതായത് ഇവൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇങ്ങനെ തന്നെ വേണം. ഇന്നലെ നമ്മുടെ പോലീസും സാറുമാറും ഇവളെ വിളിച്ച് ചോദിക്കുകയാണ്, ആ വീഡിയോയുടെ അൺഎഡിറ്റ് വീഡിയോ നീ പുറത്ത് വിടണം. അതായത് 14 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. അതിനവൾ എഡിറ്റ് ചെയ്ത് ഒരു 20 സെക്കൻഡിൻ്റെ വീഡിയോ ആക്കി വെറുതെ ടച്ച് ചെയ്യുന്നത് പോലെ അവൾ തന്നെ അവളുടെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ എഡിറ്റ് ചെയ്തത്. അപ്പോൾ സാർമാർ ചോദിക്കുമ്പോൾ ഇവൾ പറയുകയാണ്, ആ വീഡിയോ ഡിലീറ്റ് ആയി പോയി സാറേ എന്ന് പറഞ്ഞിട്ട് മുങ്ങുകയാണ്. അതായത് ഇവൾ രാത്രി സമയത്ത് ആരും അറിയാതെ 2 മണി 2:30 മണി സമയത്ത് വേഷം മാറിയാണ്. ഇവളൊരു മുസ്ലിമായ സ്ത്രീയാണ്, പക്ഷേ ഹൈന്ദവ വേഷം മാറിയിട്ട് പോയി എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അത്രക്കും കല്ലേറാണ് ഇവൾക്ക് നേരെ. പുറത്തിറങ്ങിയ നാട്ടുകാർ ഇന്നലെ ഒരു ഏകദേശം 6 മണി മുതൽ 10-12 മണി വരെ കല്ലേറാണ്, വിടാതെ കല്ലെറിഞ്ഞു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഗുഡാണ്, നല്ല ചുണക്കുട്ടികളാണ്, അങ്ങനെ തന്നെ വേണം. നമ്മുടെ ദീപകിന്, അതായത് ദീപകിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ ഇത് നന്നായിന്നേ ഞാൻ പറയാൻ. കല്ലെറിഞ്ഞവർക്ക് ബിഗ് സല്യൂട്ട് തന്നെ ഞാൻ കൊടുക്കുകയാണ്. ആ നാട്ടുകാർ വീണ്ടും വിടുന്നില്ല. ആ നാട്ടുകാർ വീണ്ടും സമരത്തിന് ഇവളെ, അതായത് ദുബായിൽ നിന്ന് നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്ത് ഇവൾക്കുള്ള ശിക്ഷ കൊടുക്കാൻ വേണ്ടി ആ നാട്ടുകാർ നിലവിൽ സമരത്തിലാണ്. ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. പിന്നീട് മുസ്തഫ, ഇവളുടെ ഭർത്താവായിട്ടുള്ള മുസ്തഫ, ഇവളുമായിട്ടുള്ള ബന്ധം ഒഴിയാനുള്ള ചാൻസ് ഉണ്ട്. മുസ്തഫ കുറച്ച് കാര്യങ്ങൾ ഉടൻ തന്നെ പറയുമെന്നാണ് മുസ്തഫയുടെ ഫ്രണ്ട്സ് നമ്മളോട് പറയുന്നത്. മുസ്തഫ എത്രയും പെട്ടെന്ന്, അതായത് ഇവളെക്കുറിച്ച്, ഇവളുടെ വൃത്തികേടിനെ, ഇവൾ ഇതിനു മുമ്പും കുറേ വൃത്തികേട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ മുസ്തഫ തന്നെ പറയുമെന്നാണ് പറയുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ബസ് കണ്ടക്ടറുടെ വിവരത്തിലേക്ക് പോവാം. അതായത് അവിടുത്തെ നാട്ടുകാരായ പയ്യന്നൂർ, ഞാൻ കാസർഗോഡുകാരനാണ്, അതുകൊണ്ട് പയ്യന്നൂരിൽ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരോട് വിളിച്ച് ഞാൻ ചോദിച്ചു, എന്താണ് ബ്രോ ഇവളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത്, ബ്രോ ഇതൊരു അബദ്ധമല്ല ബ്രോ, ഇതിനു മുമ്പ് ഇവൾ പല തവണയായിട്ട് ഇങ്ങനെയുള്ള പരിപാടി ചെയ്തിട്ടുണ്ട്. ഇവളുടെ പ്രധാന, അതായത് ഈ ചെറ്റയുടെ പ്രധാന ഒരു ഉദ്ദേശം വൈറലാവണം, എങ്ങനെയെങ്കിലും വൈറലാവണം. അതിനുവേണ്ടി ഈ ചെറ്റ കളിച്ച നാടകമാണ്. ഓക്കെ, എന്തിനെന്നല്ലേ വൈറലാവേണ്ടത്? ഇവൾക്ക് ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടിയിട്ട്, വൈറലാവാൻ വേണ്ടിയിട്ട് ഇതിനു മുമ്പും കുറേ ചെറുപ്പക്കാരുടെ ജീവിതം ഇവൾ ഇല്ലാതാക്കിയതിന്. ഇങ്ങനെയല്ല. പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ്, ഇപ്പോൾ ബംഗാളികൾ, അന്യ സംസ്ഥാനത്ത് നിന്ന് പണിയെടുക്കുന്ന കുറേ പേര് നമ്മുടെ നാട്ടിൽ വന്ന് പണിയെടുക്കുന്നല്ലോ, അവരെ വീഡിയോ ചെയ്ത് അവർ നല്ല രീതിയിൽ പണിയെടുക്കുന്നില്ല, അവർ സ്ത്രീകളോട് മോശമായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവൾ വെറുതെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ പേജ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ പ്രൈവറ്റ് അക്കൗണ്ടാണ്. അതായത് അവർ പറയുകയാണ്, എനിക്കൊരു വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ അയച്ചു തന്നാണ് പറഞ്ഞത്, നോക്കൂ ബ്രോ, ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ പരിപാടി. അതായത് മുമ്പ് തന്നെ വെറും വൃത്തികെട്ട കാമഭ്രാന്താണ് ഇവൾക്ക്. ഓക്കെ, പിന്നീട് ഭയങ്കര കാമഭ്രാന്തിയാണ്. ഇവളെല്ലാ ആണുങ്ങളെ കാണുന്നത് മറ്റേടുത്ത സ്വഭാവത്തിലാണ്. ഇവളൊരു കടിയത്തിയാണ്, അതുകൊണ്ട് ഇവൾക്കും വേറുള്ളവരെ കാണുമ്പോൾ എന്നെപ്പോലെയാണ്, അവർക്കും കടിയുണ്ടാവും, അങ്ങനെയാണ് ഇവളുടെ ഒരു വിചാരം. അവരുടെ നാട്ടുകാരാണ് എന്നോട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്തായാലും നാട്ടുകാർ നിലവിലും കല്ലേറ് തുടർന്നു കൊണ്ടിരിക്കുന്നു. പുറത്തിറങ്ങാൻ സമ്മതിക്കൂല, അതായത് ഇനി പയ്യന്നൂരിലേക്ക് അവളെ ചവിട്ടാൻ ഞങ്ങൾ സമ്മതിക്കൂല എന്നാണ് പയ്യന്നൂറുകാരായ ചുണക്കുട്ടികൾ പറയുന്നത്. ശരി തന്നെയാണ്, അങ്ങനെ തന്നെ വേണം. അങ്ങനെ ചെയ്താലേ ഇവളുടെ ആത്മാവിന്, ദീപകിന്റെ ആത്മാവിന് ശാന്തി കിട്ടും. ഓക്കെ, അപ്പോൾ ബസ് കണ്ടക്ടർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കത് എന്തായാലും കേട്ട് നോക്കാം. ഓക്കെ, ക്കാരോട് തന്നെ ചോദിക്കുകയും ചെയ്യാം. ഈ സമയത്ത് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എൻ്റെ പേരെന്താ? എൻ്റെ പേര് രാമകൃഷ്ണൻ. ഈ സമയത്ത് നിങ്ങൾക്ക് അവരെ മുഖം ഓർക്കുന്നുണ്ടോ? ഇങ്ങനെ ആരെങ്കിലും? ഇല്ല, എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നിച്ച് കയറുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോരോ വ്യക്തിയും മുഖം അങ്ങനെ ഓർമ്മിച്ച് നോക്കാം. നമ്മളെ പണിയിലേതായതുകൊണ്ട് പെട്ടെന്ന് ഒരു 10 രൂപ പോയിൻ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് പണി തീർത്തിട്ട് നിൽക്കേണ്ട ഇത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരാളെ വ്യക്തികളുടെ മുഖം നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ ആവില്ല. ഇതിപ്പോൾ ഈ ബസ്സാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെയാണ്? ഈ ഓണർ പറഞ്ഞിട്ടാണ് ബസ് ഇതെങ്ങനെയാണെന്ന് മനസ്സിലായത് പറഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് മുതലാളി ചോദിച്ചാൽ നമ്മുടെ ബസ്സിൽ അങ്ങനെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ മുതലാളി പറഞ്ഞാൽ നമുക്കൊരു വീഡിയോ വന്നിട്ടുണ്ട്, അപ്പോൾ ഇത് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്താൽ. പക്ഷേ അന്നേരം
നമ്മൾ ഇതിൻ്റെ സീലിങ്ങും സീറ്റും ശ്രദ്ധിച്ചപ്പോഴാണ് നമ്മളെ അവസ്ഥ എന്നുള്ളത് മനസ്സിലായത്. ഇത് ഏതെങ്കിലും തരത്തിൽ ആ സമയത്ത് ഏതെങ്കിലും യുവതികളോട് നിങ്ങളോട് ഈ രീതിയിൽ എന്തെങ്കിലും പരാതി പറയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം? ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ സംഭവം നമ്മൾ സാധാരണ രീതിയിൽ പോകുന്നത് തന്നെയാണ്. നമ്മളെ അങ്ങനത്തെ പരാതികളോ നമ്മളൊന്നും പറയുക അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് മുതലാളി ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു നമ്മളെ ബസ്സിൽ അങ്ങനെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ മുതലാളി പറഞ്ഞു നമുക്കൊരു വീഡിയോ വന്നിട്ടുണ്ട്, അപ്പോൾ ഇത് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്താൽ. പക്ഷേ അന്നേരം നമ്മൾ ഇതിൻ്റെ സീലിങ്ങും സീറ്റും ശ്രദ്ധിച്ചപ്പോഴാണ് നമ്മളെ അവസ്ഥ എന്നുള്ളത് മനസ്സിലായത്. ഇത് ഏതെങ്കിലും തരത്തിൽ ആ സമയത്ത് ഏതെങ്കിലും യുവതികളോട് നിങ്ങളോട് ഈ രീതിയിൽ എന്തെങ്കിലും പരാതി പറയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം? ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ സംഭവം നമ്മൾ സാധാരണ രീതിയിൽ പോകുന്നത് തന്നെയാണ്. നമ്മളെ അങ്ങനത്തെ പരാതികളോ നമ്മളൊന്നും പറയുക അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇത് നമ്മൾ ആളെ ഇറക്കുന്ന തന്നെ എയ്ഡ് പോസ്റ്റിൻ്റെ അടിക്കാൻ നമ്മൾ ആളെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ നമ്മൾ അടുത്ത് പഴയങ്ങാടിയൊക്കെ പോകേണ്ട ട്രാക്ക് ആയതുകൊണ്ട് നമ്മൾ എയ്ഡ് പോസ്റ്റിന് അടിക്കാൻ ആളെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മോട് പരാതി പറയുക അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സാധാരണ നിലയിൽ അങ്ങനെ ഒരു സ്ത്രീയൊക്കെ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും പോലീസിനൊക്കെ അറിയിക്കും. സ്വാഭാവികമായിട്ട് എന്തായാലും എയ്ഡ് പോസ്റ്റിന് അടിക്കാൻ വരുന്നത് നമ്മൾ പോലീസിനായിട്ട് അറിയിക്കും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അറിയിക്കേണ്ടത് നമ്മളെ ഉത്തരവാദിത്തമാണല്ലോ. അങ്ങനെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. സാധാരണ രീതിയിൽ റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് കയറുന്നതാണ്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഒരാളെയും ഒരു വ്യക്തിപരമായിട്ട് നമുക്ക് അങ്ങനെ കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളെ പണിയിലെ ഇതുണ്ടല്ലോ, നമ്മൾ പെട്ടെന്ന് മുറിച്ച് ഇത്രയും ആൾക്കാരെ നമ്മൾ ഒന്നിച്ച് മുറിച്ചെടുക്കണം, നമുക്ക് സ്പീഡ് ആയിട്ടുള്ള പരിപാടി തീർക്കണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഓരോ വ്യക്തിനായിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റത്തില്ല. ഇതിൽ ഈ CCTV ദൃശ്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? വ്യക്തമാണോ അതിൻ്റെ അകത്ത്? ഇതിൽ ഒന്നും കാണാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ നമ്മളെ മുന്നിൽ ആൾക്കാർ നിരന്ന് നിൽക്കുന്നുണ്ട്, അതേപോലെ പിന്നിൽ ആൾക്കാർ നിരന്നിരുന്നു. ഈ ഉള്ളിലുള്ള സംഭവങ്ങളൊന്നും അധികം കിട്ടത്തില്ല, ഒരുപാട് ആൾക്കാരായതുകൊണ്ട്. അപ്പോൾ അത് മുതലാളി പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് കിട്ടിയത്. എങ്ങനെയാണെന്നില്ല അറിയില്ല. CCTV പോലീസിനെ ചോദിച്ചപ്പോൾ ചോദിച്ചാൽ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഏകദേശം ഈ മുൻഭാഗത്തായിട്ടാണെന്ന് തോന്നുന്നു ആ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ അവർ നിന്നിരുന്നു. അത് ഏകദേശം ഈ രണ്ടാമത്തെ മൂന്നാമത്തെ സീറ്റിൻ്റെ അടുത്ത് ആയിട്ടാണെന്ന് തോന്നുന്നു. ഇതിൽ ഈ പുറത്തെ പശ്ചാത്തലം ഏതാണെന്ന് വ്യക്തമാകുന്നുണ്ട്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണെന്നുള്ള ഒരു ചിന്താഗതിയാണ്. ആളെ ഒരു 3-4 മിനിറ്റ് നിർത്തിയിടുമല്ലോ ആൾക്കാർ വന്ന് കയറാൻ വേണ്ടിയിട്ട് 2-3 മിനിറ്റ് അവിടെ നിർത്തിയിടാം. പക്ഷേ ആ ഭാഗത്തിലാണോ എന്നുള്ളൊരു സംശയമുണ്ട്. നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല എവിടെയാണെന്നുള്ളത്. ഇതിങ്ങനെ ഈ ഒരു സംഭവം അറിഞ്ഞിരുന്നു, ഈ യുവാവ് ആത്മഹത്യ ചെയ്തു എന്നുള്ള പിന്നെയാണോ നിങ്ങൾ അറിയുന്നത്? അതിന് ശേഷം അറിഞ്ഞത്. ചേട്ടൻ ഡ്രൈവറാണ്? ഡ്രൈവർ പേരെങ്ങനെ? പ്രകാശം. ഇത് ഏകദേശം ഈ ഭാഗത്തായിട്ടായിരിക്കും നിങ്ങളെ തൊട്ട് എൻ്റെ പുറകിലായിട്ട് വരും. ക്യാമറ ഇങ്ങനെയല്ലേ കാണുന്നത് നമ്മൾ. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ സൈഡ് ഈ ടോപ്പ് നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് നമ്മളെ ബസ്സാണെന്നില്ല. നമുക്ക് ഈ ഒരു സീലിങ്ങുള്ള ടോപ്പ് നമ്മളെ ഈ ബസ്സേ ഉള്ളൂ ഈ ലൈനിൽ, റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നമ്മളെ ബസ്സാണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് വണ്ടിയിൽ കയറിയത്. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ വന്ന ആൾക്കാരായിരിക്കുമല്ലോ. കോഴിക്കോട് നിന്ന് ട്രെയിൻ വന്നതായിരിക്കുമല്ലോ. കോഴിക്കോട് നിന്ന് പയ്യന്നൂരേക്ക് വരണമെങ്കിൽ ട്രെയിൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിർത്തേക്ക് ഒരു 10 മിനിറ്റ് റണ്ണിങ് ടൈമേ നമുക്കുള്ളൂ, 8 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ആ സമയത്തിനിടക്ക് സംഭവിച്ചതാണ് സംഭവം. അങ്ങനെ ആരും നമ്മളോട് ആ രീതിയിലുള്ള പരാതികളൊന്നും ആരും പറഞ്ഞു? ഒരു പരാതി നമ്മളെ ബസ്സിലുണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും പരാതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പോലീസ്. ആ യൂട്യൂബേഴ്സും ഇതിനെക്കുറിച്ച് തന്നെ വീഡിയോ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് കാണുന്ന പൊന്നു പ്രേക്ഷകരോട് പറയുകയാണ്, ഞാനെന്നല്ല ഇവളെ വിമർശിച്ച് ആര് വീഡിയോ ഇടുകയാണെങ്കിലും അവർ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അവരുടെ വീഡിയോസിന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണമെന്ന് പറയുകയാണ്. എൻ്റെ വീഡിയോസ് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും വേറുള്ളവർ ഇടുന്ന വീഡിയോസ് നിങ്ങൾ ചെയ്യണം. കാരണം ഇത് ചർച്ചയായാലേ നമ്മുടെ ദീപകിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടും, ദീപകിന് നീതി കിട്ടും, ആ കുടുംബത്തിനൊക്കെ. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വൃത്തികെട്ട സ്ത്രീ കാരണം ആ കുടുംബത്തിന് ഒരു വലിയൊരു ഗുരുനാഥനെയാണ് ഇല്ലാതായത്. നിങ്ങൾ പറ്റുന്നവരാണെങ്കിൽ പയ്യന്നൂരല്ല മറ്റേ ദീപകിൻ്റെ കുടുംബത്തിലേക്കൊന്ന് പോയിട്ട് നിങ്ങളോട് പറ്റുന്ന പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് കൊടുത്തൊന്ന് സഹായിക്കണമെന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ, നമ്മൾ ഓരോരുത്തരും പറ്റുന്ന, അതായത് ആ കുടുംബത്തിന് ആരോരുമില്ല, പാവപ്പെട്ട മനുഷ്യന് പോയി അച്ഛനമ്മമാർ വയസ്സായവരാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ വൃത്തികെട്ടവളെ എത്രയും പെട്ടെന്ന് പോലീസ് അറസ്റ്റ് ചെയ്യത്തെ, വൃത്തികെട്ടവളെ നിയമത്തിന് മുമ്പിൽ നമ്മൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.